ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സൂര്യ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ ചെറിയൊരു എന്താ പറയുക ഒരു അപ്രിസിയേഷൻ ആയിട്ട് സ്റ്റോറി പറയാനാണ്. ആ സ്റ്റോറി പറയലാണ് ഇന്നത്തെ. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് എന്നത്തെയും പോലെ ഞാൻ ഓഫീസിൽ പോയി. അപ്പോൾ അപ്പോഴാണ് എനിക്ക് എന്താ പറയുക ഒരു ബഹുമതി കിട്ടിയെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇത് കിട്ടിയത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വിദ്യ മാം ലീവായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഹെഡ് സനിത മാമാണ് ഞങ്ങളെ ഈ 2-3 ദിവസമായിട്ട് മാനേജ് ചെയ്യണത്. ആതിര മാം ഉണ്ട്, പ്രഭാത് സാറുണ്ട്, അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ സനിത മാം ഫ്രൈഡേ വന്നിട്ട് ചോദിച്ചു എന്താ പ്ലാൻ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സനിത മാം ചോദിച്ചു ഇപ്പോൾ എന്താണ് കളക്ഷനൊക്കെ എങ്ങനെയുണ്ട്, സെയിലൊക്കെ എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സനിത മാം. ഇത്ര നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇത്ര നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് സനിത മാമിന് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണത്. അപ്പോൾ സനിത മാം പറ്റുമോ ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവർക്കും സനിത മാം ഒരു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ എനിക്ക് ഫുള്ളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒരു 90% അതിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സനിത മാം ഞാൻ അതിൻ്റെ ആ ഒരു 2 ദിവസം എനിക്ക് ഇത്രയും കൊണ്ടുവരുന്ന അതിൽ അവിടെ പ്രഷറും കാര്യങ്ങളൊന്നുമില്ല. ഓപ്പണായി പറയുകയാണെങ്കിൽ പ്രഷറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഇതാക്കിയിട്ട് PSOs ഒക്കെ ആണെങ്കിലും നന്നായി ചെയ്തു. ഈ 2 ദിവസം ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഈ 2 ദിവസം എത്ര കൊണ്ടുവരാൻ പറ്റും അത്രയും കളക്ഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സനിത മാം ഇന്ന് ക്യാബിൽ വന്നിട്ട് ചോദിച്ചു, എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ് ടാർഗറ്റ്. അപ്പോൾ എത്രയായി, ഇതിൽ ആരാണ് കൂടുതലായിട്ട് അച്ചീവ് ചെയ്ത് എന്ന് വന്നിട്ട് സനിത മാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇങ്ങനെ ഓരോ സസ്പെൻസ് പോലെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അവരെ വിളിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോൺ മാറ്റി മാറ്റി നോക്കി, അവൾ പറ്റണത് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആരാന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഇത് ഞാൻ തന്നെ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ സനിത മാമിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഫസ്റ്റ് ടൈമായിട്ട് ആ ടർബോലിക്സ് ഫാമിലി കയറിയിട്ട് ടർബോലിക്സിൽ നിന്ന് കിട്ടുന്ന എനിക്ക് ഫസ്റ്റത്തെ ഒരു ഗിഫ്റ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചെറിയൊരു സാധനമാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് വലിയൊരു സന്തോഷമാണ് കിട്ടിയത്. അപ്പോൾ സനിത മാം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഗിഫ്റ്റൊന്നും അല്ല, ചെറുതായിട്ടൊരു മധുരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കൊന്നും അറിയില്ലല്ലോ, ആർക്കൊന്നും അറിയില്ല. അപ്പോൾ സനിത മാമിൻ്റെ എനിക്കൊരു ഡയറി മിൽക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല സന്തോഷം പറഞ്ഞാൽ നല്ല സന്തോഷമായി. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് ഉണ്ടാക്കിയതൊന്നുമല്ല, ഞാൻ അച്ചീവ് ചെയ്തൊന്നുമില്ല, ഫുള്ളായിട്ട് ചെയ്തില്ല, ഒരു 90% ചെയ്തത്. എങ്കിലും അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് സനിത മാം പറഞ്ഞത്. നന്നായി അപ്രിഷ്യേറ്റ് ചെയ്തു. അത് ഞാൻ ഒറ്റയ്ക്ക് നിന്നതുകൊണ്ട് മാത്രമേ എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. എൻ്റെ ടീമിനെ എടുത്ത് പറയേണ്ടതാണ്. ടീം നല്ല കോർഡിനേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. പിന്നെന്താ വെച്ചാൽ എൻ്റെ TSOs നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ എന്താ പറയുക, അവർ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് സനിത മാമിൻ്റെ അടുത്ത് ആ മധുരം കിട്ടിയത് തന്നെ. അപ്പോൾ അത്ര വലിയ കാര്യമല്ല, കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് അത്ര വലിയ കാര്യമായിരിക്കില്ല, പക്ഷെ എനിക്കെന്തോ അതൊരു വലിയ കാര്യമായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ ടീം ഇപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, അതായത് എല്ലാവരും അച്ചീവ് ചെയ്തിട്ടുണ്ട്, കൂടുതലായിട്ട് അച്ചീവ് ചെയ്ത് ഞാനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ബാക്കിലുള്ളവരും നന്നായി എഫേർട്ട് എടുത്തിട്ട് ഒരു ഫിഗറിലേക്ക് എത്തിയത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ടീമായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഡബിൾസ് മാമിന് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, എൻ്റെ എല്ലാ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഞാൻ ഇതിൽ കൂടെ അറിയിക്കില്ല. അപ്പോൾ അതിന് വെറുതെ ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ പറയാനുണ്ട്. അപ്പോൾ ഞാൻ അവസാനം എനിക്ക് എന്താ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.